കോട്ടയം മണർക്കാട് 4 വയസ്സുകാരൻ സ്കൂളിൽ നിന്ന് കഴിച്ച ചോക്ലേറ്റിൽ ലഹരിയുടെ അംശമുണ്ടായിരുന്നതായി സംശയം. ചോക്ലേറ്റ് കഴിച്ചതിനു പിന്നാലെ കുഞ്ഞ് അബോധാവസ്ഥയിലായി. വിദഗ്ധ പരിശോധനയിലാണ് കുട്ടിയുടെ ഉള്ളിൽ ലഹരി പദാർത്ഥത്തിന്റെ അംശം കണ്ടെത്തിയത്. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട രക്ഷിതാക്കൾ പോലീസിനും കളക്ടർക്കും പരാതി നൽകി. അങ്ങാടിവയൽ സ്വദേശികളുടെ മകനെയാണ് ചോക്ലേറ്റ് കഴിച്ചതിനു പിന്നാലെ അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ മാസം 17-ന് കുട്ടി വടവാതൂരിലെ സ്വകാര്യ സ്കൂളിൽ നിന്ന് വീട്ടിൽ വന്നപ്പോൾ മുതൽ അസ്വാഭാവികതകൾ പ്രകടിപ്പിച്ചിരുന്നു. ക്ഷീണവും മയക്കവും പ്രകടിപ്പിച്ച കുഞ്ഞിനെ ഉടൻ വടവാതൂരിലെ ആശുപത്രിയിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലെ കുട്ടികളുടെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഞങ്ങൾ പിന്നെ കോട്ടയത്ത് ICH കൊണ്ടുപോയി. ICH കൊണ്ടുവന്നതായിട്ട് തന്നെ കൊച്ചിന്റെ സ്റ്റൊമക് ഫ്ലൂയിഡും ബ്ലഡും യൂറിൻ സാമ്പിളും ഒക്കെ കളക്ട് ചെയ്ത് കൊച്ചിന് സ്റ്റൊമക് വാഷും കൊടുത്തു. അന്ന് കൊച്ചിനെ ICUയിൽ അഡ്മിറ്റ് ചെയ്തു. ഞങ്ങൾ സ്കൂളിൽ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ സ്കൂളിലെ പ്രിൻസിപ്പാൾ ഞങ്ങൾക്ക് ആ ചോക്ലേറ്റിന്റെ കവർ അയച്ചു തന്നു. ഈ മിഠായിയാണ് കുഞ്ഞ് കഴിച്ചതെന്നും പറഞ്ഞിട്ട്. അത് ഡയറി മിൽക്കിന്റെ കവറായിരുന്നു. സ്കൂളിൽ നിന്ന് ചോക്ലേറ്റ് കഴിച്ചതിന് പിന്നാലെയാണ് മയക്കം അനുഭവപ്പെട്ടിരുന്നതെന്ന് സ്കൂൾ അധികൃതരിൽ നിന്നറിഞ്ഞു. പക്ഷേ ഇതിനിടയിൽ കുട്ടി അബോധാവസ്ഥയിലായി. രക്തസമ്മർദ്ദം കൂടി. ഇതോടെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കുട്ടിയെ മാറ്റി വിദഗ്ധ പരിശോധന നടത്തി. 2 ദിവസം കുഞ്ഞ് ICU കിടന്നു. അപ്പോൾ മാറ്റമൊന്നും ഇല്ലാഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ബുധനാഴ്ച കുഞ്ഞിനെയായിട്ട് അമൃത ഹോസ്പിറ്റലിലേക്ക് പോകുമായിരുന്നു. അവിടെയും കൊണ്ടുവരുന്ന കൊച്ചിന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. കൊച്ചിന് ഹൈപ്പർ ടെൻഷൻ ആയിരുന്നു. BP ഒക്കെ ഭയങ്കര കൂടുതലായിരുന്നു. പരിശോധനയിൽ കുട്ടിയുടെ ഉള്ളിൽ ലഹരി പദാർത്ഥത്തിന്റെ അംശം കണ്ടെത്തി. ഉറക്കമില്ലായ്മയ്ക്കുൾപ്പെടെ നൽകുന്ന ബെൻസോഡയാസിപ്പെൻസിന്റെ സാന്നിധ്യമാണ് തിരിച്ചറിഞ്ഞത്. ഇത് ലഹരിക്കായും ദുരുപയോഗം ചെയ്യാറുണ്ട്. ക്ലാസ് മുറിയിൽ എങ്ങനെ ചോക്ലേറ്റ് എത്തിയെന്ന് അധികൃതർക്ക് അറിയില്ല. സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് രക്ഷിതാക്കൾ ജില്ലാ പോലീസ് മേധാവിക്കും കളക്ടർക്കും പരാതി നൽകി. ജനം, കോട്ടയം.